Welcome to Capshine, a revolutionary Learn It Together English fluency program. We promise you discover a brand new you in just 6 months. This program is easy, quick, fun, affordable, and effective. So let's just start with today's session. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസ്, വളരെ സാധാരണമായിട്ടുള്ള സെൻറ്റൻസ് നമ്മൾ എങ്ങനെ ഈ ടു ബി വേർബ്സ്, അതായത് ഈസ്, ആം, ആർ ഇത് വെച്ച് നമ്മൾ യൂസ് ചെയ്യും. വളരെ സാധാരണമായ സെൻറ്റൻസ് എങ്ങനെ നമ്മൾ ഈ വാക്കുകൾ വെച്ച് യൂസ് ചെയ്യുന്നുള്ളതാണ്. ഈസ്, ആം ആൻഡ് ആർ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. എസ് വരുമ്പോൾ യൂസ് വിത്ത് ഓൾ സിംഗുലർ. സിംഗുലർ എന്ന് പറയുമ്പോൾ എന്താ, ഒറ്റ കാര്യം അല്ലെങ്കിൽ ഒരാൾ, ഒരു സ്ഥലം, ഇതിനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു ഈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ആം. ആം എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക? ഞാൻ, ഐ എന്നുള്ളൊരു വാക്ക് വരുമ്പോഴാണ് നമ്മൾ ആം യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ആർ. ആർ എന്ന് പറയുമ്പോൾ യൂസ് വിത്ത് ഓൾ പ്ലൂറൽസ് ആൻഡ് യു. പ്ലൂറൽസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ, ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ് ആർ. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് നോക്കാം. അതിനു മുന്നേ ഞാനൊരു ടീച്ചറാണ്. ഐ ആം എ ടീച്ചർ. ഇനി ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എനിക്ക് ഹൈറ്റ് പേടിയാണ്. ഐ ആം അഫ്രേഡ് ഓഫ് ഹൈറ്റ്സ്. എനിക്ക് പൊക്കം, ഉയരങ്ങൾ എനിക്ക് പേടിയാണ്. അത് നമ്മൾ എങ്ങനെ പറയും? ഐ ആം അഫ്രേഡ് ഓഫ് ഹൈറ്റ്സ്. ഇനി എന്നെക്കുറിച്ച് വേറൊരു കാര്യം. അപ്പം എൻ്റെ കൂട്ടുകാർ പറയുകയാണ്, ഇല്ല നീ ഇത് പോകണം, നീ ഹൈറ്റിൽ പോയേ പറ്റൂ. അപ്പം am I expected to do that? ഞാനിത് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അടുത്തത് ഐ ആം നോട്ട് ഡൂയിങ് ദാറ്റ്. ഞാനത് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ആമിൻ്റെ തന്നെ യൂസ് 4 സിറ്റുവേഷനിൽ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞു ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപികയാണ്. ഐ ആം അഫ്രേഡ് ഓഫ് ഹൈറ്റ്സ്, എനിക്ക് ഉയരങ്ങൾ പേടിയാണ്. am I expected to do that? എൻ്റെ ഫ്രണ്ട്സ് പറയണില്ല നീ പോയേ പറ്റൂ, ഞാൻ ഈ ചെയ്യണം എന്നാണോ നീ പറയുന്നത്? ഐ ആം നോട്ട് ഡൂയിങ് ദാറ്റ്. ഞാനിത് ചെയ്യുന്നില്ല. ഇതാണ് ഓരോ 4 സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ ആം യൂസ് ചെയ്താണ് കാണുന്നത്. അപ്പം ആമിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആമിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ, ഐ ആണ്. ഐ ആം, ആം ഐ അല്ലെങ്കിൽ ഐ ആം. എല്ലാ സ്ഥലത്തും ആം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടെ യൂസ് ചെയ്യുന്നത് ഐ ആണ്. ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ക്യാപ്ഷൈൻ ഒരു 30 days ഫ്രീ ട്രയൽ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്? സ്പീക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമുക്ക് പ്രാക്ടീസ്, അതായത് ഒരു ഗ്രൂപ്പിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ കോച്ച് നിങ്ങൾക്ക് കിട്ടുകയാണ്. എന്തിന്? നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ഫീഡ്ബാക്ക് അവർ തരും, കോച്ച്. ഇനി അത് കൂടാണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഫ്ലുവൻസി ട്രാക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ഇത്രയും പഠിച്ചത് എത്രത്തോളം നമ്മൾ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡെയിലി മൈക്രോ ലെസൺസ്, എല്ലാ ദിവസവും ചെറിയ ചെറിയ മിനിറ്റ് കൊണ്ട് ഓരോരോ പുതിയ കോൺസെപ്റ്റ് പഠിക്കാനുള്ള ഒരു ഫീച്ചറും ഉണ്ട്. പിന്നെ ലൈവ് ക്ലാസ്സസ് വരുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം നമ്മുടെ കോച്ചിനോടോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്ററിനോടോ, നമുക്ക് ചോദിക്കാം ചോദ്യങ്ങൾ. ഇതൊക്കെ മൊത്തം ഈ 30 days ഫ്രീ ട്രയൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാഹുൽ ഈസ് ഇൻ ദ 4th grade. രാഹുൽ 4ാം ക്ലാസ്സിലാണ്. രാഹുൽ എന്ന് പറയുമ്പോൾ ഒരാളാണ്. ഒരാളാവുമ്പോൾ എന്താ, സിംഗുലർ ആവുമ്പോൾ നമ്മൾ ഈസ് ഉപയോഗിക്കുന്നതാണ്. രാഹുൽ ഈസ് ഇൻ ദ 4th grade. രാഹുൽ 4ാം ക്ലാസ്സിലാണ്. ഇനി രാഹുൽ ഈസ് എ സ്റ്റാർ സ്റ്റുഡൻറ്റ്. രാഹുൽ, എഗെയിൻ നമ്മൾ രാഹുലിനെ കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. രാഹുൽ ഹി എന്ന് പറയുമ്പം അവിടെയും സിംഗുലർ ആണ് വന്നിരിക്കുന്നത്. രാഹുൽ ഒരു സ്റ്റാർ സ്റ്റുഡൻ്റ് ആണ്, അവിടെയും നമ്മൾ ഈസ് യൂസ് ചെയ്തു. ഇനി ഒരാൾ ചോദിക്കുകയാണ്, ഈസ് ഹി ഗുഡ് അറ്റ് മാത്ത്? രാഹുൽ മാത്സിൽ ഗുഡാണോ? അവൻ നന്നായി ചെയ്യുമോ മാത്സ്? ഈസ് ഹി ഗുഡ് അറ്റ് മാത്ത്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈസിൻ്റെ യൂസേജ് മാറുന്ന കണ്ടോ? ഇനി അടുത്തത്, അവൻ ഗുഡ് അറ്റ് മാത്സ് ആണ്. ഓഫ് കോഴ്സ് ഹി ഈസ് ഗുഡ് അറ്റ് മാത്ത്. അതപ്പം നമ്മൾ ഈസ് അവസാനം വന്നു. ഓരോ സിറ്റുവേഷൻ രാഹുലിനെ കുറിച്ച് ഓരോന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിൽ അത് മാറുന്നത് ശ്രദ്ധിച്ചോ? അതാണ് എല്ലായ്പ്പോഴും നമ്മൾ രാഹുലിനെ കുറിച്ച് തന്നെയാണ്, ഒരാളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.
അതപ്പം ഈസിൻ്റെ യൂസ് ചെയ്തു. ഇനി ഇവരെ നോക്ക്, റാൽഫ് ആൻഡ് ജീന ആ ഡാൻസേഴ്സ്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാം ഇവർ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് റാൽഫ് ആൻഡ് ജീന ആ ഡാൻസേഴ്സ്, അവർ ഡാൻസുകാരാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ആർ യൂസ് ചെയ്തത്? രണ്ടാൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയണത്, റാൽഫും ജീനയും. അത് കാരണം നമ്മൾ ആർ യൂസ് ചെയ്തു. ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, ആർ ദേ എ കപ്പിൾ? അവരൊരു കപ്പിളാണോ? നമ്മുടെ ഒരു ചോദ്യമാണത്. രണ്ടാൾക്കാരുള്ളതുകൊണ്ട് ആർ ദേ എ കപ്പിൾ? അപ്പോൾ പറയാണ് നോ, ദേ ആർ കോവർക്കേഴ്സ്. അല്ല, അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ആറിൻ്റെ യൂസേജ് നോക്കുക. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആറ്. നമുക്കിനി ഒരു ക്വിസ് സെഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു. ഇനി ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ടാവും, അത് നിങ്ങൾ തന്നെ ഉത്തരം ചെയ്യണം. ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഹീ ബ്ലാങ്ക് എ ഷെഫ് അറ്റ് എ പോപ്പുലർ റെസ്റ്റോറൻറ്റ്. ഓർക്കുക, ഹീ എന്ന് പറയുമ്പം ഒരാളാണ്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും യെസ്, സോറി, ഈസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കുക, ഐ ബ്ലാങ്ക് ഈഗർ ടു ട്രൈ ഹിസ് ഫുഡ് ഔട്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ആം. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ബ്ലാങ്ക് ഗോയിങ് ദർ ഫോർ ലഞ്ച്. ഇവിടെ ഐ വന്നുകൊണ്ട് ആം ആണോ യൂസ് ചെയ്യേണ്ടത്? അല്ല, ഇവിടെ ഐൻ്റെ കൂടെ മൈ ഫ്രണ്ട്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ, കുറേ പേരുണ്ട്. ഒന്നിൽ കൂടുതൽ ആൾക്കാരാകുമ്പോൾ എന്താ നമ്മൾ യൂസ് ചെയ്യണ്ടേ? കറക്റ്റ്, ആർ. ഇനി ബ്ലാങ്ക് യു ഗോയിങ് ടു ജോയിൻ അസ് എന്തായിരിക്കും? ഈസ്, ഐ, യു. നോ, ആർ യു ഗോയിങ് ടു ജോയിൻ അസ് ചോദിക്കുകയാണ്. യുവിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു ആറാണ് എപ്പോഴും വരുന്നതെന്ന്. അതുപോലെ തന്നെ വി ബ്ലാങ്ക് ഷുഡ് ടു ബി ട്രീറ്റഡ് സ്പെഷ്യലി ബൈ ദ സ്റ്റാഫ് ദെയർ. എന്തായിരിക്കും? വി എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ എന്താ വരേണ്ടത്? കറക്റ്റ്, ആർ. അത് കഴിഞ്ഞ് ദേ ഡാഷ് ഓൾ മൈ ഫ്രണ്ട്സ്. ഇവിടെയും ദേ എന്ന് പറയുമ്പം എഗെയിൻ കുറേ പേരുണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആറ് തന്നെയാണ്. ചെറിയതാണ്, വളരെ സിമ്പിളാണ് കാര്യം, എളുപ്പമാണ് പഠിക്കാൻ. ഓർക്കേണ്ടതൊന്ന് മാത്രമേ ഉള്ളൂ, സിംഗുലർ ആവുമ്പം നമ്മൾ ഈസി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഐൻ്റെ കൂടെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആം ആണ്. ഐ ആം എ ടീച്ചർ, ഐ ആം എ സിംഗർ, ആം ഐ എ ഡാൻസർ. എല്ലാ സമയത്തും ആമിൻ്റെ കൂടെ വരുന്ന ഐ ആണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ പ്ലൂരൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ആറാണ്. യുവിൻ്റെ കൂടെയും യു, നീ, അതിൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ആറാണ്. സിമ്പിൾ കോൺസെപ്റ്റാണ്. ഇനി കുറച്ച് നമുക്കിപ്പം ഇത് എഴുതാൻ അറിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതെങ്ങനെ പറയും. ഫോർ എക്സാമ്പിൾ ഐ ആം എന്നുള്ള നമുക്ക് എഴുതാൻ അറിയാം. പറയുമ്പോൾ ഐ ആം എ സിംഗർ, ഐ ആം എ ഡാൻസർ, ഐ ആം എ ടീച്ചർ. അതുപോലെ തന്നെ ഹീ അല്ലെങ്കിൽ ഷീ ഈസ്, അത് നമുക്ക് എഴുതാൻ അറിയാം. പറയുമ്പോഴോ ഹീസ് എ സ്പോർട്സ്മാൻ, ഹീസ് എ സ്പോർട്സ്മാൻ. നമ്മൾ ആ പറയുന്ന രീതി നോക്കുക. യു ആർ ആൻ ഇന്ത്യൻ, യു ആർ ആൻ ഇന്ത്യൻ. അതാ എഴുതുമ്പം ഇങ്ങനെ വരും. പറയുമ്പോഴോ യു ആർ ആൻ ഇന്ത്യൻ. ദേ ആർ പെഡസ്ട്രിയൻസ്. ആ വ്യത്യാസം നമ്മൾ കാണുക. വി ആർ, അഗൈൻ വി ആർ ഇന്ത്യൻസ്, സോ വി ആർ ഇന്ത്യൻസ്. അതാണ് അതിൻ്റെ ഒരു രീതി. എഴുതുമ്പോൾ വായിക്കുമ്പോഴുള്ള വ്യത്യാസം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും ചെറിയ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓർക്കുക, ഓരോ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും എപ്പോൾ എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന്. ഇതോടെ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെഷനിൽ പറയുക. ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നാണെങ്കിൽ അതും പറയുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണമെന്നാണെങ്കിൽ ക്യാപ്ഷൻ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക.
അതുകൂടാണ്ട് capshine.com നിന്നോ അല്ലെങ്കിൽ Capshine ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.